ഈ ആധുനിക കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മളിൽ പലരും. അതിനായി ജിമ്മിലും ഫിറ്റ്നസ് സെൻ്ററിലുമൊക്കെ പോകുന്ന പതിവുണ്ട്. മുൻപ് പുരുഷന്മാർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജിമ്മുകളിൽ പോയാൽ സ്ത്രീകളെയും കാണാം. ഇത്തരം യൂണിസെക്സ് ഫിറ്റ്നസ് സെൻ്ററുകളിൽ പെൺകുട്ടികളെ ദുരിതത്തോടെ സമീപിക്കുന്ന ജിമ്മിലെ ട്രെയിനർമാരെയും യുവതികളുമായി അടുത്തിടപഴകാനും കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാനുമായി എത്തുന്ന ബിരുദന്മാരെയും സൂക്ഷിക്കണം. സ്വന്തം ശരീര സൗന്ദര്യമൊക്കെ കാണിച്ച് സ്ത്രീകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. വീട്ടമ്മമാരും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ ഇരകളാകുന്നത്. തൃശ്ശൂർ ചേർപ്പിൽ ജിം ട്രെയിനറുടെ പ്രണയക്കെണിയിൽ വീണത് ഒന്നല്ല, ഒട്ടേറെ യുവതികളാണ്. ഇതോടൊപ്പം തൃശ്ശൂരിൽ സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വീട് കയറിയുള്ള ആക്രമണ കേസും പൂജയ്ക്കെത്തി പൂജാരിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ യുവതിയെക്കുറിച്ചും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജിമ്മന്മാരെ കാണുമ്പോൾ ചില പെൺകുട്ടികൾക്ക് ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ്. വലിയ മസിലൊക്കെ പെരുപ്പിച്ച് ശരീര സൗന്ദര്യവും കാട്ടി നടക്കുന്നവരോട് മനസ്സിൽ ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നാം. എന്നാൽ മസിൽ കണ്ട് പ്രേമിക്കാൻ പോയാലുള്ള ചതിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. തൃശ്ശൂരിൽ ജിം ട്രെയിനറായ ചെറുപ്പക്കാരൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതികളുടെ കണക്ക് കേട്ടാൽ ഞെട്ടും. 3 പേരാണ് നിലവിൽ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തൃശ്ശൂർ ചേർപ്പ് സ്വദേശി അജ്മലിനെ അറസ്റ്റ് ചെയ്തു. കൂർക്കഞ്ചേരിയിലെ F2 ഫിറ്റ്നസ് സെൻ്ററിൽ വെച്ചാണ് 2 പേരെയും പീഡിപ്പിച്ചത്. കൂടുതൽ പേർ ഇയാളുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. രണ്ട് യുവതികളെ പീഡിപ്പിച്ചുവെന്ന കേസിൽ തൃശൂർ ചേർപ്പ് സ്വദേശി അജ്മലാണ് അറസ്റ്റിലായത്. 2 യുവതികളുടെ പരാതിയിൽ നെടുപുഴ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ കൂർക്കഞ്ചേരിയിലെ F2 ഫിറ്റ്നസ് സെന്റർ എന്ന ജിംനേഷ്യത്തിലെ പരിശീലകനാണ് അജ്മൽ. ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതികളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഒരേ സമയത്താണ് അജ്മൽ 2 യുവതികളുമായി അടുപ്പം പുലർത്തിയിരുന്നത്. എന്നാൽ യുവതികൾ ഇക്കാര്യം പരസ്പരം അറിഞ്ഞിരുന്നില്ല. അജ്മൽ തങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് അടുത്തിടെയാണ് 2 പേരും തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇരുവരും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖിന് പരാതി നൽകുകയായിരുന്നു. മദ്യം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. യുവതികളുടെ പരാതി കമ്മീഷണർ നെടുപുഴ പോലീസിന് കൈമാറുകയും അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാൾക്കെതിരായ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കെതിരെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസ് നിലവിലുണ്ട് എന്നും പോലീസ് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് അജ്മൽ നേരത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. ന്യൂസ് 18 തൃശൂർ. സ്പാ മസാജിംഗ് സെൻ്ററുകൾ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധ കേന്ദ്രങ്ങളായി മാറുകയാണ്. അനാശാസ്യവും സാമ്പത്തിക ഇടപാടുകളും ഗുണ്ട ആക്രമണവും ഒക്കെയായി പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സ്പാകളുടെ മറവിൽ നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ സ്പാ സെൻ്ററുകൾ തമ്മിലുള്ള കുടിപ്പക കൊട്ടേഷൻ ബലാത്സംഗത്തിലാണ് കലാശിച്ചതെങ്കിൽ തൃശ്ശൂരിൽ വീട് കയറിയുള്ള ആക്രമണവും കൊള്ളയും അരങ്ങേറിയ കാഴ്ച. തൃശ്ശൂരിൽ സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. മുൻ ജീവനക്കാരിയുടെ സ്വകാര്യ വീഡിയോകൾ സ്പാ നടത്തിപ്പുകാരി രഹസ്യമായി പകർത്തിയതിൻ്റെ വിരോധത്തിലായിരുന്നു ഗുണ്ടാക്രമണം. കേസിൽ 5 യുവതികൾ ഉൾപ്പെടെ കോയമ്പത്തൂർ മംഗലാപുരം സ്വദേശികളായ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയെ വീട് കയറി ആക്രമിച്ച്
ഫോണുകളും പണവും സ്വർണവും അപഹരിച്ച കേസിലാണ് 8 പേർ പിടിയിലായത്. മുൻ ജീവനക്കാരെ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ഇന്നലെ രാത്രി 12:30-ഓടെയാണ് കർണാടക രജിസ്ട്രേഷനിലെ കാറിലെത്തിയ 3 യുവതികളും 2 ട്രാൻസ്ജെൻഡേഴ്സും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘം സ്പാ നടത്തിപ്പുകാരുടെ വീട്ടിലെത്തിയത്. ബംഗളൂരു, കോയമ്പത്തൂർ സ്വദേശികളായിരുന്നു സംഘാംഗങ്ങൾ. സംഘത്തിലൊരാൾ 1 മാസം മുമ്പ് സ്പായിൽ ജോലി ചെയ്തിരുന്നു. ജോലിയിൽ നിന്ന് പുറത്തായതിനു ശേഷമാണ് തന്റെ സ്വകാര്യ വീഡിയോകൾ സ്പാ നടത്തിപ്പുകാരുടെ കയ്യിലുണ്ടെന്ന് കർണാടക സ്വദേശിയായ യുവതി മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സംഘത്തെ കൂട്ടി തൃശൂരെത്തിയത്. കർണാടക രജിസ്ട്രേഷനുള്ള കാറിലും ബൈക്കിലുമായിട്ടാണ് സംഘം എത്തിയത്. സ്പാ നടത്തിപ്പുകാരുടെ വീടിന് സമീപം കാത്തുകിടന്ന സംഘം രാത്രി 12:30-ഓടെ വീട്ടിൽ കയറി. Based on this information, we acted, and within 1 hour of this incident, our team, led by ACP Shashidharan, Inspector Benilal, they have apprehended all 8 accused, and now we have custody of all 8 people. Among these 8 people, 3 are male, 5 are female accused are in our custody. അക്യൂസ്ഡ് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ, ഈ വിക്ടിം പറഞ്ഞ ലേഡിയുടെ കയ്യിൽ ഇവരുടെ കുറെ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി, ആ മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി, അതിന്റെ കൂടെ തന്നെ അവരുടെ പൈസയുടെ കുറച്ച് ഏർപ്പാടായിരുന്നു. ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നായിരുന്നു. ആ വന്ന സമയത്ത് 2 പേരുടെ തമ്മിൽ, 2 ടീമിന്റെ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായിരുന്ന സമയത്ത് അവരോട് അടിച്ചിട്ട് മൊബൈൽ ഫോൺ അവർ എടുത്തു കൊണ്ടുപോയി. സ്പാ നടത്തിപ്പുകാരിയും മറ്റ് 3 യുവതികളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരെ ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കി. 1 പവൻ തൂക്കമുള്ള സ്വർണ്ണാഭരണം കവർന്നു. ഗൂഗിൾ പേ വഴി 20,000 രൂപയും അയപ്പിച്ചു. സംഘം മടങ്ങിയതിനു പിന്നാലെ സ്പാ നടത്തിപ്പുകാരി പോലീസിനെ വിവരം അറിയിച്ചു. ഇവർ നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ദേശീയപാതയിൽ പട്ടിക്കാടിന് സമീപത്ത് വെച്ചാണ് പ്രതികളെ പിടികൂടുന്നത്. അതേസമയം സ്പാ നടത്തിപ്പിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ. പണ്ടൊക്കെ കുടുംബസമേതം ഉത്സവാഘോഷങ്ങൾക്ക് പോകാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? ഘോഷയാത്രകളും ഗാനമേളയും നാടകവും ഒക്കെ കണ്ട് പുലരുവോളം ഉത്സവപ്പറമ്പുകളിൽ ചിലവഴിക്കും. എന്നാൽ ഇപ്പോൾ രാത്രിയായാൽ പുറത്തിൻ്റെ ക്ഷേത്രോത്സവത്തിനെത്തിയ സഹോദരന്മാർക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ മദ്യപിച്ചെത്തിയ സംഘവുമായി ഉണ്ടായ വാക്കുതർക്കമാണ് വലിയ സംഘർഷമായി മാറിയത്. ഗുരുതരമായി പരിക്കേറ്റ 18-കാരൻ ഹരികൃഷ്ണൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവം നടന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടികൂടാത്തതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മരുത്തടി ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെയാണ് സംഭവം. ഉത്സവത്തിൽ പങ്കെടുക്കാൻ സഹോദരിയുടെ വീട്ടിലെത്തിയ ഹരികൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും ഘോഷയാത്രയ്ക്കിടെ മദ്യപിച്ചെത്തിയ സംഘവുമായി വാക്കേറ്റത്തിലായി. അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തതായിരുന്നു വിരോധത്തിന് കാരണം. സഹോദരൻ ഇടപെട്ട് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചുവെങ്കിലും തുടർന്ന് ഓഡിറ്റോറിയത്തിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തി സംഘം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിനിടെ തടിക്കഷ്ണം കൊണ്ട് തലയ്ക്ക് ഗുരുതരമായി അടിയേറ്റ ഹരികൃഷ്ണൻ ബോധരഹിതനായി വീണു. ആദ്യം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 4 പ്രതികൾക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത്. സംഭവം നടന്നിട്ട് 4 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് അറസ്റ്റ് വൈകാൻ കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു.
ന്യൂസ് 18 കൊല്ലം. സാധാരണ കല്യാണം കഴിഞ്ഞുള്ള രാത്രികളിൽ മണിയറയിൽ മധുരപലഹാരങ്ങളും പാലുമൊക്കെ കൊണ്ടുവയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ആചാരമായിരുന്നു അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ തലമുറ അതിനു പകരം കഞ്ചാവും ലഹരിയും ഒക്കെയാണ് വെക്കുന്നതെന്ന് തോന്നുന്നു. മലപ്പുറം തവനൂരിൽ നിക്കാഹ് കഴിഞ്ഞ ശേഷം വധുവിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് ഈ വിചിത്രമായ കഥ കേട്ടത്. നിക്കാഹിന് ശേഷം ഉപയോഗിക്കാനായി നവവരൻ സൂക്ഷിച്ച MDMA പോലീസ് കണ്ടെടുത്തു. കേസിൽ തവനൂർ സ്വദേശി മുഹമ്മദ് ഷിബാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിൽ വെച്ച് കാറിൽ നിന്നാണ് ആദ്യം MDMA പിടികൂടിയത്. ചോദ്യം ചെയ്തപ്പോൾ MDMA നിക്കാഹ് കഴിച്ച നവവധുവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി മൊഴി നൽകി. ഇതോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ഷിബാനിലേക്ക് അന്വേഷണം എത്തിയത്. തിരൂർ പൊറ്റിലത്തറയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിബാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിൽ പൊറ്റിലത്തറ പൊതുശ്മശാന പരിസരത്തെത്തിയ ഷിബാനെ പോലീസ് പിടികൂടുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനായിട്ടാണ് ഷിബാൻ ഇവിടെ എത്തിയതെന്ന് കരുതുന്നു. പ്രദേശത്ത് പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷിബാനെ പോലീസ് സംഘം വട്ടമിട്ട് പിടികൂടി. സംശയം തോന്നി പരിശോധിച്ചപ്പോൾ കാറിനുള്ളിലെ കപ്പ് ഹോൾഡറിൽ നിന്ന് MDMA കണ്ടെത്തി. കാലിയായ 2 പ്ലാസ്റ്റിക് സിപ്പ് കവറുകൾ, MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസ് എന്നിവയും കാറിലുണ്ടായിരുന്നു. തുടർന്ന് ഷിബാനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ് കാത്തിരുന്നത്. പ്രതിശ്രുത വധുവിന്റെ വീട്ടിലെ ശുചിമുറിയിലും MDMA ഒളിപ്പിച്ചതായി ഷിബാൻ വെളിപ്പെടുത്തി. ഇതോടെ ഷിബാനെയും കൂട്ടി പോലീസ് ഇയാളുടെ പ്രതിശ്രുത വധുവിന്റെ വീട്ടിലെത്തി. കിടപ്പുമുറിയോട് ചേർന്നുള്ള ശുചിമുറിയിലെ യൂറോപ്യൻ ക്ലോസറ്റിനടിയിൽ തന്ത്രപരമായാണ് ലഹരി ഒളിപ്പിച്ചിരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉപയോഗിക്കാനായി സംഭരിച്ചതാണ് എന്നാണ് ഷബാന്റെ മൊഴി. സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ഷിബാൻ അടുത്തിടെയാണ് തിരുനാവായ സ്വദേശിനിയായ യുവതിയെ നിക്കാഹ് ചെയ്തത്. എന്തായാലും ഈ സംഭവത്തോടെ പ്രതിശ്രുത വധുവിന്റെ വീട്ടുകാരും വീട്ടിലായി. തിരൂർ SI വിശാഖ വിശ്വൻ, സീനിയർ CPOമാരായ രാജേഷ്, C അരുൺ, CPOമാരായ ഉണ്ണിക്കുട്ടൻ, വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷിബാൻ ലഹരി വിൽപ്പന സംഘത്തിൽ അംഗമല്ലെന്നും ഉപയോഗത്തിന് മാത്രമാണ് ലഹരി സംഭരിച്ചതെന്നുമാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 തിരൂർ. സാധാരണ വിശ്വാസികളായ മനുഷ്യർ പ്രശ്നപരിഹാരത്തിനായി പല പൂജകളും നേർച്ചകളും നടത്താറുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുന്ന പൂജാരിയുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായാലോ? തൃശ്ശൂർ കൊടകരയിൽ പൂജാരിയുടെ വീട്ടിൽ നടന്ന മോഷണ കേസിനെ കുറിച്ച് അറിയണം. പ്രശ്നപരിഹാരത്തിനായി എത്തി സൗഹൃദം സ്ഥാപിച്ച യുവതിയാണ് 12 പവൻ സ്വർണം മോഷ്ടിച്ചത്. കേസിൽ കൊടകര സ്വദേശിനി സൂര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ശേഷം ആ പണം ഉപയോഗിച്ച് പുതിയ സ്വർണ്ണാഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വാങ്ങിയെന്നാണ് യുവതിയുടെ മൊഴി. പൂജാരിയുടെ വീട്ടിൽ യുവതി പൂജകൾക്കായി ഇടയ്ക്ക് വരാറുണ്ട്. ഈ പരിചയം മുതലാക്കിയായിരുന്നു മോഷണം. കഴിഞ്ഞ മാസം 16-ന് വീട്ടിലെത്തിയ യുവതി പൂജാരി അടുക്കളയിലേക്ക് മാറിയ സമയത്ത് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ കൊടകരയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ വിറ്റു. കിട്ടിയ പണം ഉപയോഗിച്ച് പുതിയ സ്വർണ്ണാഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വാങ്ങി. പണയത്തിലിരുന്ന സ്വന്തം ആഭരണങ്ങൾ തിരിച്ചെടുത്തു. പിടിയിലാകുമ്പോൾ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് ധരിച്ചിരുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ സൂചനകൾ ലഭിക്കാതിരുന്നതിനാൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇവർ കൂടുതൽ പേരെ കബളിപ്പിച്ച് പണം തട്ടിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊടകര പോലീസ് ഇൻസ്പെക്ടർ ജെർലിൻ വി സക്കറിയ, SI കൃഷ്ണപ്രസാദ്, EA സുരേഷ്, ASI ഷീബ അശോകൻ, ഷൈജി K ആന്റണി, ആഷ്ലിൻ ജോൺ, KJ ഡെനിൽ, MM അഭിലാഷ് എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തൃശൂർ.
സ്വർണത്തിന് റെക്കോർഡ് വിലയായതോടെ കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. വീട്ടുകാർ പുറത്തു പോകുന്ന സമയത്ത് പട്ടാപ്പകൽ പോലും കവർച്ച നടക്കുന്ന സാഹചര്യം. പാലക്കാട് കൊല്ലങ്കോട് വീട്ടിൽ നിന്ന് 44 പവൻ സ്വർണമാണ് കവർന്നത്. കുടുംബം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് പൂട്ടിയിട്ട വീടിൻ്റെ മുൻവാതിൽ തകർത്തായിരുന്നു മോഷണം. കള്ളൻ CCTVയിൽ കുടുങ്ങിയെങ്കിലും മുഖം മറച്ചതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാണ്. കൊല്ലങ്കോട് ഊട്ടറ വട്ടയാറിലെ നരേഷ് കുമാർ പ്രീത ദമ്പതികളുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. 44.5 പവൻ സ്വർണവും 30 ഗ്രാം വെള്ളിയും മോഷ്ടാവ് കവർന്നു. പൂട്ടിയിട്ട വീടിന്റെ മുൻവാതിൽ തകർത്തായിരുന്നു മോഷണം. കിടപ്പുമുറിയിലെ അലമാറയിൽ സൂക്ഷിച്ച സ്വർണമാണ് കവർന്നത്. തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു നരേഷ് കുമാറും കുടുംബവും. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഉള്ളിലുള്ള ഓർണമെന്റ് സൂക്ഷിച്ചതല്ല അളമാറി കുത്തി തുറന്ന് സ്വർണ്ണാഭരണമെല്ലാം കവർച്ച ചെയ്യപ്പെട്ടു. 44 പവൻ സ്വർണവും കുറച്ച് വെള്ളി, കോയിൻസ്, വിളക്കുകൾ എല്ലാം. അപ്പോൾ തന്നെ പോലീസിൽ പരാതി നൽകി അവർ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഇന്ന് ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിദഗ്ധരെല്ലാം വന്ന് ഇതെല്ലാം പൂർത്തിയാക്കി പോയിട്ടുണ്ട്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊല്ലങ്കോട് പോലീസ് ഇൻസ്പെക്ടർ അബ്ബാസ് അലി സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. മോഷ്ടാവ് ബാഗുമായി കവർച്ചയ്ക്കെത്തിയ ദൃശ്യങ്ങൾ CCTV പരിശോധിച്ചപ്പോൾ ലഭിച്ചു. മുഖം മറച്ചതിനാൽ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. മോഷ്ടാവ് വന്ന വഴികളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പാലക്കാട് DSP ഷാജു സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 പാലക്കാട്. കവർച്ച ലക്ഷ്യമാക്കി തമിഴ്നാട്ടിൽ നിന്ന് ഒട്ടേറെ മോഷ്ടാക്കൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആഭരണ പ്രിയരായ മലയാളികളെ കൊള്ളയടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പിടിക്കപ്പെടാതിരിക്കാൻ പല തന്ത്രങ്ങളും അവർക്കറിയാം. ഇനി പോലീസ് പൊക്കിയാൽ രക്ഷപ്പെടാനുള്ള വഴിയും നോക്കി വെച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. പാലക്കാട് മാലമോഷണക്കേസിലെ പ്രതി മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തമിഴ്നാട് തൃച്ചി സ്വദേശി ധർമ്മരാജനാണ് പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. മറ്റൊരു പ്രതിയായ രാജ്കുമാർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കവെയാണ് മാലമോഷണ കേസിലെ പ്രതികളിൽ ഒരാളായ ധർമ്മരാജൻ രക്ഷപ്പെട്ടത്. തമിഴ്നാട് തൃച്ചി സ്വദേശിയായ ധർമ്മരാജനെ തൃച്ചി സ്വദേശിയായ രാജ്കുമാറിനൊപ്പമാണ് പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി കൊണ്ടുവന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ ചിറ്റൂർ അമ്പാട്ടുപാളയത്ത് വെച്ച് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ മാല ബൈക്കിൽ എത്തിയ 2 അംഗ സംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞു. തൊട്ടുപിറകിൽ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വയ്ക്കുകയും പിന്തുടർന്ന് തത്തമംഗലത്ത് വെച്ച് പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. കടന്നു കളഞ്ഞ പ്രതികളെ പുതുനഗരത്ത് വെച്ച് പിടികൂടാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും അവിടെ നിന്നും അവർ വെട്ടിച്ചു കടന്നു. ഇരുവരെയും പിന്തുടർന്ന പോലീസ് പെരുവമ്പിൽ വെച്ചാണ് പിടികൂടിയത്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചാണ് 2 അംഗ സംഘം എത്തിയത്. പിന്നീട് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് പ്രതികളിൽ ഒരാൾ രക്ഷപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഒപ്പിടാനായി വിലങ്ങഴിച്ചപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ചിറ്റൂർ മേഖലയിൽ പ്രതിക്കായി വ്യാപക പരിശോധന തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. ജീവന്റെ വിലയെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ് ഡോക്ടർമാർ. എന്നാൽ ഇക്കാലത്ത് മനസ്സാക്ഷിയില്ലാത്ത ഡോക്ടർമാരും ഈ സമൂഹത്തിലുണ്ടെന്ന് അറിയുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഡോക്ടറെ തന്നെ ജീവനെടുക്കുന്ന കാഴ്ച. അത്തരത്തിൽ ഒരു മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ഇരയാണ് എറണാകുളം അങ്കമാലിയിൽ കാറിടിച്ച് മരിച്ച ജാസ്ലിയ എന്ന പെൺകുട്ടി. ജാസ്ലിയയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം ഓടിച്ചത് യുവ ഡോക്ടറാണ്. മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി വിദ്യാർത്ഥികളായ
സിറിയക് ജോർജ്, അക്ഷയ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എത്ര വേഗത്തിലാണ്, എത്ര അപകടകരമായാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ തന്നെ ധാരാളം. ഇതാണ് ജാസ്ലിയെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോകുന്ന വാഹനം. ചാലക്ക മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി വിദ്യാർത്ഥികളായ സിറിയക് ജോർജ്, അക്ഷയ് എന്നിവരാണ് അലക്ഷ്യമായ രീതിയിൽ കാർ ഓടിച്ച് അപകടം ഉണ്ടാക്കിയത്. പ്രതികൾ വാഹനം തുറവൂരിൽ ഉപേക്ഷിച്ച ശേഷമാണ് കടന്നുകളഞ്ഞത്. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ജാസ്ലിയ ജോൺസനെ അങ്കമാലിയിലെ ടെൽക്ക് ജംഗ്ഷനിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞു. പട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാരാണ് ജാസ്ലിയെ ആശുപത്രിയിലെത്തിച്ചത്. എന്നിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. വിദ്യാർത്ഥികളും യുവജന സംഘടനകളും അങ്കമാലി പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. പോലീസ് പ്രതികളെ വഴിവിട്ട് സഹായിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സമ്പന്നരായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. നാടിനും വീടിനും കൂട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു ജാസ്ലിയ. വിങ്ങിപ്പൊട്ടിയാണ് ജാസ്ലിയുടെ അധ്യാപിക പ്രതികരിച്ചത്. വളവിന്റെ ആർക്കെങ്കിലും ജീവൻ കൈപിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാക്കാതെ വന്നേ നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴും ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയെ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്നറിയോ? അവിടെ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടി വരിക. ജാസ്ലിയുടെ മസ്തിഷ്കമരണം സ്ഥിരീകരിച്ചതോടെ ഹൃദയം തകർക്കുന്ന വേദനയ്ക്കിടയിലും ആ മാതാപിതാക്കൾ അവയവദാനത്തിന് സജ്ജരായി. ജാസ്ലിയുടെ 4 അവയവങ്ങൾ ദാനം ചെയ്തു. കരൾ രാജഗിരി കോളേജിലെ രോഗിക്കും വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗിക്കുമാണ് ദാനം ചെയ്തത്. നേത്രപടലങ്ങൾ ഐ ബാങ്കിൽ സൂക്ഷിക്കും. കേസോട്ടോ വഴിയാണ് അവയവദാനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ജാസ്ലിയയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഈ രാജ്യത്തെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് രാഷ്ട്രീയ നേതാവാണെങ്കിലും സെലിബ്രിറ്റികളാണെങ്കിലും കായിക താരങ്ങളാണെങ്കിലും നിയമം ലംഘിച്ചാൽ നടപടി ഉണ്ടാകണം. റാഞ്ചിയിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണിക്ക് കിട്ടിയ പണിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് താരത്തിന് 1000 രൂപ പിഴയടക്കേണ്ടി വന്നു. വേഗപരിധി ലംഘിച്ചതോടെ നഗരത്തിലെ ഓട്ടോമേറ്റഡ് ട്രാഫിക് നിരീക്ഷണ സംവിധാനത്തിലാണ് ധോണിയുടെ വാഹനം കുടുങ്ങിയത്. റാഞ്ചിയിലെ വസതിക്ക് സമീപം കാറിൽ അമിത വേഗതയിൽ സഞ്ചരിച്ചതിനാണ് ട്രാഫിക് പോലീസ് 1000 രൂപ പിഴ ചുമത്തിയത്. ട്രാഫിക് നിരീക്ഷണ സംവിധാനമാണ് ധോണിയുടെ വീടിന് സമീപം വേഗത പരിധി ലംഘിച്ചതായി കണ്ടെത്തിയത്. നഗരത്തിലെ ഓട്ടോമേറ്റഡ് സർവൈലൻസ് സിസ്റ്റം വഴി അമിത വേഗത രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഡിജിറ്റൽ ചലാൻ ജനറേറ്റ് ചെയ്യുകയായിരുന്നു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 183 പ്രകാരം അനുവദനീയമായ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിച്ചു എന്നതാണ് പോലീസ് ചുമത്തിയ കുറ്റം. തുടർന്ന് താരത്തിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഡിജിറ്റൽ ചലാൻ അയച്ചതായി പോലീസ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് ധോണി മറ്റൊരു നിയമപ്രശ്നവും നേരിട്ടിരുന്നു. റാഞ്ചിയിലെ ഒരു താമസ സ്ഥലത്തിന്റെ തെറ്റായ ഉപയോഗത്തെ സംബന്ധിച്ച് ജാർഖണ്ഡ് സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അദ്ദേഹത്തിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. താമസ ആവശ്യത്തിനുള്ള ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായി സംശയമുണ്ടെന്നും ഹൗസിംഗ് ബോർഡ് സൂചിപ്പിച്ചു. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഈ ഭൂമി റാഞ്ചിയിലെ ഹർമൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്റെ റിംഗ് റോഡിലുള്ള നിലവിലെ വസതിയിലേക്ക് മാറുന്നതിന് മുൻപ് ഇവിടെയാണ് ധോണി താമസിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനംനൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കുകയാണോ?
പ്രതികൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം ആരാണ് നശിപ്പിച്ചത്? പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരിക്കുന്നു. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ബന്ധുക്കളും പ്രതികൾക്കെതിരായുള്ള തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റിയും ആരോപിച്ചു. കേസിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താനെത്തിയ ജസീലയുടെ കുടുംബം വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിരാശയോടെയാണ് മടങ്ങിയത്. മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് എലിവിഷം കഴിച്ച് നാൽത്തടുക്കയിലെ ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മരണമൊഴി ഉൾപ്പെടെ ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും കുടുംബം ആരോപിച്ചു. തെളിവുകൾ നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെത്തിയ ജസീലയുടെ കുടുംബത്തിന് തൃപ്തികരമായ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചില്ല. സംഭവത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടാണ് വന്നത്. അവരിൽ നിന്ന് എന്താണോ കേൾക്കാനാണ് വന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോയി. SP-നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ആലോചിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് നീതി വേണം. ഈ കുട്ടി 4ഉം 6ഉം വയസ്സുള്ള 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച ഒരു അമ്മ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജീവൻ കളഞ്ഞത് ഈ സത്യാവസ്ഥ പുറത്തു വരാനാണ്. അതിന് പോലീസ് സഹകരിക്കുന്നില്ലെങ്കിൽ, ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ അത് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങളും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടാവും. മാലമോഷണ ആരോപണത്തിലെ അപമാനഭാരവും ആദൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവവും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് ജസീല ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. ആൺ സുഹൃത്ത് അഫ്രീദിനും കുടുംബത്തിനുമെതിരെയും ഗുരുതര ആരോപണമുണ്ട്. ഇവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ ജസീലയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. 13 ദിവസമായി മരണപ്പെട്ടിട്ട് ഈ സമയം വരെ പ്രതികളിലേക്ക് എത്തുകയോ പ്രതികളുടെ കയ്യിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ പോലുള്ള ഡിജിറ്റൽ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. കാരണം മോഷണ കുറ്റമാണ് ഒന്ന് ആരോപിച്ചിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നൊന്ന്, ഈ 2 പവൻ സ്വർണം ഈ കുട്ടി ജസീല അഫ്രീദി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തതിൻ്റെ പേരിൽ, തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങൾ പിന്നെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസൊക്കെ ഉണ്ടെന്ന്. ഇതൊക്കെ ഈ മൊബൈൽ കൂടിയിട്ടല്ലേ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ എടുക്കണമെങ്കിൽ ആ മൊബൈലൊക്കെ പിടിച്ചെടുക്കണ്ടേ. ജസീലയുടെ മരണത്തിലെ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് നീതി ലഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. സംഭവത്തിൽ പഴുതടച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും സ്വർണ്ണമോഷണത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഫെബ്രുവരി 20-നാണ് എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കിയത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ദൃശ്യം ചിത്രീകരിച്ച് അയച്ചു കൊടുത്തതിനു ശേഷമായിരുന്നു ജസീല ജീവനൊടുക്കിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിദ്യാനഗർ പോലീസാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ കൂടി ജയിൽ മോചിതനാകുന്നതോടെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിന്റെ അന്വേഷണം വഴിമുട്ടുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതോടെയാണ് പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക ശില്പക്കേസിൽ കൂടി പത്മകുമാറിന് ജാമ്യം അനുവദിച്ചതോടെ കേസിൽ പുറത്തിറങ്ങുന്ന പ്രതികളുടെ എണ്ണം 8ആയി. അതിനിടെ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പങ്കജ് ഭണ്ഡാരിയുടെ ചികിത്സാവശ്യ ഹർജി കോടതി 5-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 20-നാണ് A. പത്മകുമാർ അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പക്കേസിലും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു.
അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് ദ്വാരപാലക ശില്പകേസിലും സ്വാഭാവിക ജാമ്യം അനുവദിച്ചതോടെ പത്മകുമാർ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. കർശനോപാധികളോടെയാണ് ജാമ്യം. പുറത്തിറങ്ങിയാലും ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് ഇഡി സമാന്തര അന്വേഷണം നടത്തിവരുന്നത്. കേസിൽ തന്ത്രി കണ്ഠര് രാജീവ്, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർക്ക് തെളിവുകളുടെ അഭാവത്തിലായിരുന്നു മുൻപ് ജാമ്യം അനുവദിച്ചത്. മറ്റുള്ളവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയതിനെ തുടർന്നാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും അങ്ങനെ രക്ഷപ്പെടാമെന്ന് പ്രതികൾ ആരും കരുതേണ്ട കേട്ടോ. SIT കേസ് അട്ടിമറിച്ചാലും ഇഡിക്ക് മുന്നിലേക്കാണ് നിങ്ങൾ വരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര് രാജീവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചാണ് തന്ത്രിയെ ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. നടൻ ജയറാം ഉൾപ്പെടെ കേസിലെ സാക്ഷികളായവരെയും കഴിഞ്ഞ ആഴ്ചകളിൽ ഇഡി വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്ത്രിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് തന്ത്രിക്ക് ഇഡി ചോദ്യം ചെയ്യലിനുള്ള സമൻസ് അയക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രി കണ്ഠര് രാജീവര് കടവന്ത്രയിലെ ഇഡി ഓഫീസിലെത്തിയത്. ബുധനാഴ്ച ഹാജരാകാനായിരുന്നു തന്ത്രിക്ക് ഇഡി നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഉച്ചവരെയും തന്ത്രി ഹാജരായിരുന്നില്ല. ഹാജരായേക്കില്ല എന്ന സൂചനകൾക്കിടെയായിരുന്നു തന്ത്രി ഇഡി ഓഫീസിൽ എത്തുന്നതും. സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രി കണ്ഠര് രാജീവരാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ അടക്കമുള്ളവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കാവുന്നതാണെന്ന കുറിപ്പ് നൽകിയതും കണ്ഠര് രാജീവരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്ന് ഇതിന് വിമർശനവും നേരിടേണ്ടി വന്നു. കേസ് ഇഡി കൂടി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യും. ആകെ 28 പേരെയാണ് ഇഡി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇഡി ഇതുവരെയും സമൻസ് അയച്ചിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ അധ്യാപകനിൽ നിന്ന് നേരിട്ട ലൈംഗിക ചൂഷണം. പിന്നീട് അവൾ MBBS വിദ്യാർത്ഥിനിയായിരിക്കെ ഇക്കാര്യം തുറന്നു പറയുന്നു. 2013 നടന്ന പീഡനത്തെക്കുറിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം അതിജീവിത വെളിപ്പെടുത്തിയ കേസിൽ പ്രതിക്കൊടുവിൽ കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്വദേശി സുഭാഷ് കുമാറിന് 18 വർഷം കഠിന തടവാണ് ശിക്ഷ. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് പലതവണ ചൂഷണം ചെയ്തു. ട്യൂഷൻ അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതിനാൽ അന്ന് കുട്ടി വിവരം പുറത്തു പറഞ്ഞില്ല. പിന്നീട് മണവനെത്തിയ പെൺകുട്ടിയുടെ +2 പഠനം 1 വർഷം നഷ്ടപ്പെട്ടു. +2 കഴിഞ്ഞപ്പോൾ പീഡന സംഭവം ഓർത്ത് അവൾക്ക് വീണ്ടും മാനസിക പ്രശ്നമുണ്ടായി. ഒടുവിൽ MBBSന് പഠിക്കുന്ന സമയത്ത് മനഃശാസ്ത്രജ്ഞനെ കണ്ടതോടെയാണ് അവൾ നേരിട്ട ദുരിത കഥ പുറത്തു വന്നത്. നമ്മുടെ വീടുകളിൽ പല കുട്ടികളും ഇങ്ങനെ ചൂഷണത്തിന് ഇരകളാകുന്നുണ്ടാകാം.
ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായാൽ വീട്ടിലത് തുറന്നു പറയാനുള്ള സാഹചര്യം വേണം. അല്ലാതെ അവരെ ഭയപ്പെടുത്തുകയല്ല വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.